ശാന്തി. ഹോ ഓ പോനോ പോനോ എന്നതായിരിക്കുന്ന മന്ത്രം, ഇത് സിസ്റ്റർ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുമോ എന്ന് ഐ തിങ്ക് 3 വർഷങ്ങളായിട്ട് എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഞാൻ ക്ഷമാപണത്തിൻ്റെ രീതിയിലുള്ളതായിരിക്കുന്ന ഒരു ഗുഡ് നൈറ്റ് മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് യഥാർത്ഥമായ രീതിയിൽ ക്ഷമിക്കേണ്ടതെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ വിധികളിലൂടെ ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ ഇതുവരെയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ മണി ബ്ലോക്കിനെ കുറിച്ച് വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് പേര് എനിക്ക് വോയിസ് മെസ്സേജ് ആക്കിക്കൊണ്ട് സിസ്റ്റർ ഹോ പോനോ പോനോ മെത്തേഡിനെ ഒന്ന് മണി ബ്ലോക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിക്കൊണ്ട് ഒരു ടെക്നിക്ക് ആയിക്കൊണ്ട് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ എന്ന് ഒന്നല്ല പലരായി ചോദിക്കുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി, ഇനി എന്നോട് ചോദിച്ചവർക്ക് വേണ്ടിയും ഇത് എല്ലാവർക്കും ഉപയോഗപ്രദമാവട്ടെ എന്ന് കരുതിക്കൊണ്ട് ആ രീതിയിൽ ഇന്ന് ആ ഒരു ടോപ്പിക്കാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെന്ന് പറയുന്നത് അത് വലിയ മന്ത്രങ്ങളാണ്, ഊർജ സ്രോതസ്സുകളാണ്. വിത്ത് ഫീലിംഗ് ആണോ എങ്കിൽ അത് നമുക്കുള്ളതായിരിക്കുന്ന കവചവുമാക്കാം, നമുക്കുള്ളതായിരിക്കുന്ന വലിയ ശാപങ്ങളുമാക്കാം. അതുകൊണ്ട് ഈ വാക്കുകൾ നമ്മൾ ഈ ഹോ പോനോ പോണോ എന്ന് പറയുന്നതായിരിക്കുന്ന മന്ത്രം നമ്മൾ ഉപയോഗിക്കുമ്പോൾ, ഞാൻ മന്ത്രം എന്ന് തന്നെ വാക്കിന് പറയട്ടെ, കാരണം മന്ത്ര മീൻസ് ഒരു കാര്യം ആവർത്തിച്ചുച്ചരിക്കുകയും അത് പ്രത്യേകമായിരിക്കുന്ന ഫ്രീക്വൻസിയിൽ വിത്ത് ഫീലിങ്സിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുമെങ്കിൽ ജീവിതത്തിൻ്റെ ഏത് തലത്തിനെ മാറ്റിമറിക്കാൻ പറ്റുന്നതായിരിക്കുന്ന ശബ്ദങ്ങൾ, വാക്കുകളുടെ സങ്കലനമാണ് ശരിക്കും മന്ത്രം എന്ന് പറയുന്ന സാധനം തന്നെ. ആ മന്ത്രം തന്നെ ഇതും ഒരു മന്ത്രമാണ്. ഭാഷ ഇംഗ്ലീഷിലായി എന്ന് മാത്രം. നമുക്ക് മലയാളത്തിൽ വേണമെങ്കിൽ പറയാം, പക്ഷേ കുറച്ചും കൂടെ സിമ്പിളസ്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷാണ്. ഇതറിയാത്തവരാരും ഉണ്ടാവില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ഇത് ഇംഗ്ലീഷിൽ തന്നെ പറയുമെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. ഐ ആം സോറി എന്ന് പറയാത്ത ഇപ്പോൾ ഒരു LKG കുട്ടി പോലും ഇല്ല. അതല്ലെങ്കിൽ പ്ലീസ് ഫോർഗീവ് മീ എന്ന് പറയാത്ത ഒരാളും ഇല്ല. ഫോർഗീവ് വെച്ചാൽ എന്നോട് ക്ഷമിക്കൂ, ഐ ആം സോറി, എന്നോട് ക്ഷമിക്കൂ, താങ്ക് യു, ഈ താങ്ക് യു എന്നൊക്കെ എന്ത് നന്ദി പറയാം. പക്ഷേ ഇതൊരു സിമ്പിളായിട്ടൊരു മാല പോലെ നമുക്ക് പറയാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേർഡ്സാണ്. അതുകൊണ്ട് ഈ ഹോ പോനോ പോന്നതായിരിക്കുള്ള വാക്കുകൾ, അതായത് അത് പറയുമ്പോൾ ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരികയാണ്. ഇവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആരോടാണ് ഈ സോറി പറയുന്നത്, എന്തിനാണ് ഈ സോറി പറയുന്നത്? പറയുന്നത് മണിയോടായിരിക്കാം, പറയുന്നത് ജോബിനോടായിരിക്കാം. അതായത് നിങ്ങൾക്ക് എവിടെയാണോ ബ്ലോക്ക് ഉള്ളത് ആ ബ്ലോക്ക് ഹീൽ ചെയ്യാൻ വേണ്ടിക്കൊണ്ടുള്ളതായിരിക്കുന്ന ബ്യൂട്ടിഫുൾ മന്ത്രമാണ് ഹോ പോണോ പോണോ എന്ന് പറയുന്നത് തന്നെ. അതായത് ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഈ 4 വാചകങ്ങൾ കൂട്ടിച്ചേർത്തിട്ടാണ് ശരിക്കും ഈ മന്ത്രം എന്ന് പറയുന്നത്. ഐ ആം സോറി എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരാളോടല്ല സോറി ചോദിക്കുന്നത്. അതുവരെ ഞാൻ ആ ഒരു കാര്യത്തിനോട് എൻ്റെ ആറ്റിറ്റ്യൂഡ്, അതുവരെ ആ കാര്യത്തിൻ്റെതായിട്ടുള്ള എൻ്റെ മനോഭാവം, എൻ്റെ കർമ്മങ്ങൾ, എല്ലാ കാര്യങ്ങളോടും ഞാൻ സ്വയം എന്നോട് തന്നെ ക്ഷമിക്കുകയാണ്, അല്ലെങ്കിൽ എന്നോട് തന്നെ സോറി ചോദിക്കുകയാണ്. ബിക്കോസ് ജീവിതത്തിൽ എന്തൊരു കാര്യം നടക്കുന്നുണ്ടെങ്കിലും അത് തീർച്ചയായിട്ടും ഞാൻ എന്താണോ കൊടുത്തത് അതാണ് എന്നിലേക്ക് തിരിച്ചു വരിക. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പോൾ അതുകൊണ്ട് യാതൊരു സംശയവും ഇല്ല, എൻ്റെ അടുത്ത് ഒരു മണി ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ധനത്തിനോടുള്ള എൻ്റെ ആറ്റിറ്റ്യൂഡായിരിക്കാം, എൻ്റെ കാഴ്ചപ്പാടായിരിക്കാം. അഥവാ ധനം വേണ്ടത്ര രീതിയിൽ ആദരവോടുകൂടി പ്രവർത്തിച്ചു വാങ്ങാത്തത് കൊണ്ടായിരിക്കാം. അതല്ല എങ്കിൽ ചില ആളുകളുടെ കയ്യിൽ ഫ്രീ ആയിട്ട് ധനം ഒഴുകി വരാൻ തുടങ്ങുമ്പോൾ അതിനെ വേണ്ടതിനും വേണ്ടാത്തതിനും ഉപയോഗിക്കാൻ തുടങ്ങും. എവിടെ എന്തിനു യൂസ് ചെയ്യണം എന്ന രീതിയിൽ റെസ്പെക്റ്റ് കൊടുക്കാതെ ഉപയോഗിച്ചാൽ അതും നമ്മുടെ കയ്യിൽ നിന്ന് ഒഴുകി പോവുക തന്നെയുള്ളൂ. അതുകൊണ്ട് ഏത് രീതിയിൽ എൻ്റെ കയ്യിൽ നിന്നൊരു മിസ്റ്റേക്ക് ധനത്തിന് നേരെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെല്ലാം തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി കൊണ്ട് ഞാൻ മണിയുടെ അടുത്ത് സോറി ചോദിക്കുകയാണ്. അതും ഒരു ഊർജ്ജമാണ്, നമ്മളൊരു ഊർജ്ജമാണ്. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ സോറി പറയുന്ന ഞാനെന്ന് പറയുന്നത് യെസ് ഐ ഹാവ് എ ബോഡി, എനിക്കൊരു ശരീരമുണ്ട്, ഈ ശരീരത്തിനൊരു എനർജി ഉണ്ട്. പക്ഷേ ഈ സംസാരിക്കുന്ന ആൾ ഈ ബോഡിയല്ല, ഇതിനുള്ള ആ എനർജിയാണ്. അതുകൊണ്ട് ആ എനർജി ഇതൊരു പോസിറ്റീവ് എനർജിയാണ്, ഹൈലി പവർഫുൾ പോസിറ്റീവ് എനർജിയാണ്. വളരെ ശക്തമായിരിക്കുന്ന, ശുദ്ധമായിരിക്കുന്ന, ശുഭമായിരിക്കുന്ന ഊർജം തന്നെയാണ് ഞാൻ എന്ന് പറയുന്നതായിരിക്കുന്ന ആത്മ. അതുകൊണ്ട് ഞാൻ ആ ആത്മ, ആ ഊർജം മറ്റൊരു ഊർജത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. നിന്നെ ഞാൻ റെസ്പെക്ട് ചെയ്തത് കുറഞ്ഞു പോയി, ഐ ആം സോറി. ആദരവില്ലാതെ ഞാൻ പ്രവർത്തിച്ചതായിരിക്കുന്ന കർമ്മത്തിന് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്.
അങ്ങനെ നമ്മുടെ ഉള്ളിലത്തുള്ളതായിട്ടൊരു ക്ലീനിങ് പ്രോസസ്സാണ് ശരിക്കും ഈ ഹോപോനോപോനോന്നതായിട്ടുള്ള ടെക്നിക്കിൽ നടക്കുന്നത്. നമ്മുടെ തന്നെ മനസ്സിനെ ക്ലീൻ ചെയ്യുകയാണ്. ഒരു കർമ്മം വേണ്ടാത്തൊരു വാക്ക് വന്നുവെങ്കിൽ, ഒരു വാക്ക് നെഗറ്റീവ് വന്നുവെങ്കിൽ അതിന് പകരം 100 പോസിറ്റീവ് വാക്ക് പറഞ്ഞുകൊണ്ട് ആ നെഗറ്റീവിൻ്റെ പ്രഭാവത്തിനെ ക്യാൻസൽ ചെയ്യണം എന്ന് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ഇടുമെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. അപ്പം അതുകൊണ്ട് സംഭവിച്ചു പോയ എല്ലാ തെറ്റുകൾക്കും 100 തവണ 108 തവണ സോറി പറഞ്ഞുകൊണ്ട് ആ എനർജിയുമായിരിക്കുന്ന നെഗറ്റീവായ എല്ലാ അക്കൗണ്ട്സും ക്ലോസ് ചെയ്തുകൊണ്ട് ഒരു പോസിറ്റീവായിരിക്കുന്ന റിലേഷൻ മണിയുമായി നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇതൊരു വ്യക്തിയുമായിട്ടാണ് എങ്കിലും, ഇപ്പം നിങ്ങളുടെ ഏതെങ്കിലും റിലേഷൻഷിപ്പിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഐ ആം സോറി പറഞ്ഞു കഴിഞ്ഞ ശേഷം ആ ആളെ ആരോടാണോ നമ്മുടെ അടുത്ത് മോശമായി പെരുമാറിയത്, നമ്മുടെ അടുത്തൊരു മോശമായി പെരുമാറ്റം ഉണ്ടായിട്ട് അവർക്ക് ഫീൽ ഉണ്ടായിട്ട് പോയത്, ഇനി സപ്പോസ് ഇതൊന്നുമല്ല നിങ്ങളുടെ അടുത്ത് അവർ മോശമായി പെരുമാറുമെന്ന് വിചാരിച്ചോ, അപ്പോഴും മനസ്സിലാക്കുക അവരെന്നോട് ഇങ്ങനെ മോശമായി പെരുമാറുമെന്ന് വിചാരിക്കല്ലേ. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. കൊടുത്തത് തിരിച്ചു വരികയാണ്. ഒരു പക്ഷേ ഈ ജന്മത്തിൽ ആയിക്കൊള്ളുന്നില്ല, വേറെ ഏതെങ്കിലും വിധത്തിൽ കൊടുത്തതായിട്ടുള്ള നെഗറ്റീവ് എനർജി ഇങ്ങോട്ട് തരികയാണ്. ദേ ആർ ജസ്റ്റ് ആൻ ഇൻസ്ട്രുമെൻറ്റ്. അതുകൊണ്ട് അവരോടും സോറി ചോദിക്കുക. അതോടെ ആ അക്കൗണ്ട് നെഗറ്റീവ് എല്ലാം നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എല്ലാ നെഗറ്റീവ് അക്കൗണ്ട്സും, ഈവൻ നിങ്ങൾക്ക് മണിയിലാണെങ്കിൽ അതിൽ അപ്ലൈ ചെയ്യാം, ജോബിലാണെങ്കിൽ അതിൽ അപ്ലൈ ചെയ്യാം, ഹെൽത്തിലാണെങ്കിൽ അതിൽ അപ്ലൈ ചെയ്യാം, റിലേഷൻഷിപ്പിലാണെങ്കിൽ അതിൽ അപ്ലൈ ചെയ്യാം, ഏത് ഫീൽഡിലും നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാം. പക്ഷേ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഐ ആം സോറി എന്ന് പറഞ്ഞിട്ട്, ഇനിയിപ്പോൾ ഉദാഹരണം പറയുകയാണ്, ഒരാൾക്ക് പൈസ നമ്മൾ പോയി, ആ പൈസ അവരുടെ കയ്യിൽ കുടുങ്ങിപ്പോയി, അവർ ആ പൈസ നമുക്ക് തിരിച്ച് തരുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ മനസ്സ് സ്വാഭാവികമായിട്ടും പറയും, വല്ലാത്ത സാധനം തന്നെ, ഞാൻ കൊടുത്തുപോയത് ഏത് നിമിഷമാണ് എനിക്കറിയില്ല, എനിക്ക് തരാനുള്ളൊരു മനസ്സേ ഇല്ല, ഇന്ന് തരാം നാളെ തരാം എന്നുള്ള നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ആ വാങ്ങിയ ആളുടെ കയ്യിൽ നിന്ന് ആ പൈസ പോയിട്ടുണ്ടായിരിക്കാം, അഥവാ കയ്യിലില്ലാതെ ആയിരിക്കാം. അവർ തരാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് പൈസ വരുന്നുണ്ടാവില്ല. ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിൽ നിന്ന് അവരെ നേരെ അയക്കുന്ന ഈ വാക്കുകളുണ്ടല്ലോ, നെഗറ്റീവായിരിക്കുന്ന അസ്ത്രങ്ങളാണ്. അത് അവരെ പോയിട്ട് എത്ര സമയം സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു അത്രയും അവർ നിങ്ങൾക്ക് പൈസ തരാനുള്ള സാധ്യത വൈകിക്കൊണ്ടേയിരിക്കുകയുള്ളൂ. അതുകൊണ്ട് സപ്പോസ് നിങ്ങളുടെ പൈസ വേറെ ആരുടെയെങ്കിലും കയ്യിൽ കുടുങ്ങിയിട്ടുണ്ട്, അവർ നിങ്ങൾക്ക് തരുന്നില്ല എങ്കിൽ അവർ പർപ്പസ്ഫുള്ളി തരാത്തതാണെന്ന് വിചാരിക്കാതെ അവർക്ക് വേഗം പൈസ കിട്ടട്ടെ, അവരെനിക്ക് തന്നിരിക്കുന്നു എന്ന വിചാരത്തിൽ അവരോട് സോറി പറയാം. തരാനുള്ള ആളടുത്ത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണ്, ഒരു ജോബോ അല്ലെങ്കിൽ ഒരു എനിവൺ ഏതെങ്കിലും ഒരു പേര്, ഇനിയിപ്പോൾ ഞാൻ ഏത് പേര് പറഞ്ഞാലും അവർക്ക് വിഷമമായാലോ, ഞാൻ എക്സ് എന്നൊരു പേര് വിളിക്കുകയാണ്, ഐ ആം സോറി എക്സ്, ഐ പ്ലീസ് ഫോർ ഗിവ് മീ എക്സ്, ഐ താങ്ക് യു എക്സ്, ഐ ലവ് യു എക്സ്. ഞാൻ എക്സ് എന്ന് പറയാൻ കാരണം ഈ പേര് പറഞ്ഞിട്ട് അവർക്ക് വിഷമം അവരുതെന്ന് കരുതിയ മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെയാണ് നമ്മൾ ഏതൊരു കാര്യത്തിലേക്കും ഇത് അപ്ലൈ ചെയ്യാം. മണിയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ ഉത്തരവാദിത്വം. എൻ്റെ ലൈഫിൽ ഇന്ന് സാമ്പത്തികമായ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ധനം ഊർജ്ജമാണ് എന്ന് നമ്മൾ മാനിക്കുന്നുണ്ടല്ലോ, ആ ഊർജ്ജത്തിൻ്റെ ഫ്ലോ എൻ്റെ അടുത്തേക്ക് കട്ടായിട്ടുണ്ടെങ്കിൽ ആ ധനത്തിനോട് ഞാൻ കാണിച്ച ഏതെങ്കിലും ഒരു രീതിയിലുള്ള അനാദരവായിരിക്കണം, അതിന് സോറി പറഞ്ഞേ പറ്റൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം തന്നെ പറയേണ്ടത് ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഈ ഒരു പ്രെയർ തുടങ്ങുന്നേക്കാൾ മുന്നേ, ഈ ഒരു മെത്തേഡിൽ നമ്മൾ ക്ഷമ ചോദിക്കുന്നേക്കാൾ മുന്നേ ആദ്യത്തെ ഫസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറയാനുണ്ട്. ഇന്നത്തെ എൻ്റെ സാമ്പത്തികമായിരിക്കുന്ന സ്ഥിതിക്ക് 100% ഞാൻ ഉത്തരവാദിയാകുന്നു. എന്താ പറയേണ്ടത്? ഇന്നത്തെ എൻ്റെ സാമ്പത്തികമായിരിക്കുന്ന ഈ അവസ്ഥയ്ക്ക് ഞാൻ 100% ഉത്തരവാദിയാകുന്നു. പൈസ ഒരാളടുത്ത് കൊടുത്തിട്ട് കിട്ടാത്തതായിരിക്കാം, ഒരു പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് മറ്റാരെങ്കിലും തട്ടിക്കൊണ്ടുപോയതായിരിക്കാം, എന്തും ആയിക്കോട്ടെ, നമ്മൾ അനുവദിക്കാതെ നമ്മളെ പറ്റിക്കാൻ ആർക്കും പറ്റില്ലല്ലോ. അതുകൊണ്ട് അതൊരു വലിയ സത്യമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ആദ്യം നമുക്ക് ക്ഷമിക്കാനുള്ള മനോഭാവം, ആദ്യം നമ്മളോട് ക്ഷമ ചോദിക്കണം. അതുകൊണ്ട് ആദ്യം തന്നെ പറയുക, ഞാനിതിൻ്റെ ഉത്തരവാദിയാണ്. ഈ എൻ്റെ ഇപ്പോഴത്തെ ഈ ബന്ധത്തിലുള്ള വിള്ളലിന്, ഈ തകർച്ചയ്ക്ക് ഞാൻ 100% ഉത്തരവാദിയാണ്. ഒരു ജോലിയുടെ കാര്യമാണെന്ന് വിചാരിക്കുക, പ്രമോഷൻ കിട്ടുന്നില്ല, എപ്പോഴും പ്രശ്നങ്ങളാണ് ഓഫീസിൽ. എൻ്റെ ഇപ്പോഴത്തെ ജോലിയിലുള്ള ഈ അവസ്ഥയ്ക്ക് 100% ഞാൻ ഉത്തരവാദിയാണ്. അണ്ടർലൈൻ, ഞാൻ ഉത്തരവാദിയാണ് 100%. 5% ഞാൻ, 10% അവർ അല്ല, 100% ഞാൻ ഉത്തരവാദിയാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് പറയണം. എൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിക്ക് ഞാൻ 100% ഉത്തരവാദിയാണ്. ഒരു തവണ പറയുമ്പോൾ വായ കൊണ്ടാവരുത്, ഹാർട്ടിൽ നിന്ന് വരണം, ഹൃദയത്തിൽ നിന്ന് ഫീലിങ്ങോട് കൂടി പറയണം, ഞാനാണ് ഇതിൻ്റെ ഉത്തരവാദി എന്ന് കരുതിയിട്ട് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൽ പോവാൻ, അപകർഷതാബോധത്തിൽ വരാൻ, നിരാശയിലേക്ക് പോവാൻ, വീഴാൻ ഒന്നുമല്ല പറയുന്നത്. അണ്ടർസ്റ്റാൻഡ്,
ഒരു കാര്യത്തെ യഥാർത്ഥമായ രീതിയിൽ യഥാർത്ഥ ബോധത്തിൽ ഉൾക്കൊള്ളുന്നു. യെസ്, ഞാൻ ഉത്തരവാദിയാണെന്നുള്ളതിന് വേറൊരു വശമുണ്ടല്ലോ. ഉത്തരവാദി എന്ന് ചേർത്ത് ഇനി എന്നെക്കൊണ്ട് ഞാൻ മോശമായി, ഞാൻ ചീത്തയാണ്, ഞാൻ അങ്ങനെയാണെന്നല്ല. യെസ്, ഞാനാണ് ഉത്തരവാദി. അപ്പോൾ എനിക്കതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കും. അതിനൊരു പോസിറ്റീവ് വശം ഉണ്ടല്ലോ. ആ പോസിറ്റീവ് ഫീലിങ്ങോടുകൂടി പറയാം, എൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിക്ക് ഞാൻ 100% ഉത്തരവാദിയാണ്. വൺസ് ഓൺലി, ഒരേ ഒരു പ്രാവശ്യം മാത്രം. അത് കഴിഞ്ഞ ശേഷം പറയുക, ഐ ആം സോറി. പിന്നത്തെ വാചകം പറയേണ്ടത് ഐ ആം സോറി. ഞാൻ മണി അട്രാക്ഷന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. ഐ ആം സോറി മണി, പ്ലീസ് ഫോർഗിവ് മീ മണി, താങ്ക് യു മണി, ഐ ലവ് യു മണി. ഈ 4 വാചകം ചേർത്തിട്ടാണ് ഇതിനൊരു മന്ത്രം എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറയുകയാണ്, ഐ ആം സോറി മണി, പ്ലീസ് ഫോർഗിവ് മീ മണി, ഐ ലവ് യു, താങ്ക് യു മണി, ഐ ലവ് യു മണി. ഇത് പറഞ്ഞുകൊണ്ട് ഈ ഒരു കാര്യം, ഈ ജപമാലയൊക്കെ ഉണ്ടായിരിക്കുമല്ലോ 108 മണിയുടെ, അങ്ങനെ എന്തെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ പറ്റിയെങ്കിൽ നല്ലത്. ഇനി സപ്പോസ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ മാല ഇല്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? വീട്ടിൽ പയറോ ചെറുപയറോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. എണ്ണം തെറ്റാതെ നിങ്ങൾ പറയുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 100 മണി 108 മണി എണ്ണിയെടുക്കുക. ഒരു ചെറിയ ബോക്സിൽ 108 മണി വയ്ക്കുക, വേറൊരു ബോക്സ് കാലിയാക്കിയും വയ്ക്കുക. ഓരോ പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോഴും ഒരു മണിയെടുത്ത് അതിലിട്ടുകൊണ്ടിരുന്നു. അങ്ങനെയാണെങ്കിലും നമ്മുടെ എണ്ണം തെറ്റാതെ 108 തവണ ഈ ഒരു കാര്യത്തിന് നിങ്ങൾ പറയണം. ഇതിനു വേണ്ടി സമയം കണ്ടെത്തണം. ഒന്നുകിൽ ഏർലി മോർണിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ രാത്രിയാവാം. ഏതെങ്കിലും ഒരു സമയത്ത് ഈ ഒരു പ്രോസസ്സിൻ്റെ ഇടയ്ക്ക് വെച്ച് എഴുന്നേറ്റ് പോയി ഒരു 10 എണ്ണം കഴിഞ്ഞപ്പോൾ ഫോൺ വന്ന് അറ്റൻഡ് ചെയ്തു, 20 എണ്ണം കഴിഞ്ഞപ്പോൾ വിളിച്ചപ്പോൾ ഉത്തരം പറഞ്ഞു, അത് കഴിഞ്ഞ് അവസാനിക്കും മുന്നേ വന്ന് ഒരു കാര്യം ചോദിച്ചപ്പോൾ എടുത്തു കൊടുക്കാൻ പോയി 108 വട്ടം ചെയ്തു, ഫലം ഉണ്ടാവില്ല. അതുകൊണ്ട് ചെയ്യുന്നത് ആത്മാർത്ഥമായി കണ്ടിന്യൂസ് ആയിട്ട് 108 വട്ടം ചെയ്യണം. ഒരു മുറിയിൽ വാതിലൊക്കെ അടച്ചിരുന്നു കൊണ്ട്. നിങ്ങളുടെ വീട്ടിൽ ആരാ ഉള്ളെങ്കിൽ ഞാനൊരു പ്രയറിന് വേണ്ടി പോവുകയാണ്, കുറച്ച് സമയം എന്നെ ശല്യപ്പെടുത്തരുത് എന്ന് അവർ വിളിക്കാതിരിക്കാനുള്ള സാഹചര്യമൊക്കെ ക്രിയേറ്റ് ചെയ്യുക. അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാതെ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്ക് എന്തിനു വേണ്ടി പോകുമ്പോഴും 1000 ഫോൺ വരും, ആൾക്കാർ വിളിക്കും, അല്ലെങ്കിൽ അമ്മയെ ഒരു ഗ്ലാസ് വെള്ളം, അച്ചായിക്കിനൊരു ഫോൺ വന്നിട്ടുണ്ട്, അവർ വന്നിട്ടുണ്ട്, ഇവർ വന്നിട്ടുണ്ട്, പല രീതിയിലും തടസ്സങ്ങൾ ഉണ്ടാക്കാൻ നോക്കും. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മുന്നോട്ട് പോകാൻ തുടങ്ങുമ്പോൾ ആദ്യം നമ്മുടെ കർമ്മം ഈ രീതിയിലുള്ള സാഹചര്യങ്ങൾ കൊണ്ട് കുരുക്കാൻ നോക്കും. അതിലൊന്നും കുരുങ്ങരുത്. അതുകൊണ്ട് എല്ലാ രീതിയിലും സെറ്റപ്പ് ചെയ്തിട്ട് സൈലൻ്റായി ഒരു മുറിയിലോ ബാൽക്കണിയിലോ അല്ലെങ്കിൽ ഓപ്പൺ ടെറസിലോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സൈലൻ്റായിരുന്നു കൊണ്ട് ഇത് തുടങ്ങും മുന്നേ എൻ്റെ ഈ ഒരു പരിശ്രമത്തെ പൂർണ്ണ സഫലമാക്കി തരണേ ഭഗവാനെ എന്ന് വിചാരിച്ചുകൊണ്ട് ആ പരമപ്രകാശമായിരിക്കുന്ന പരമാത്മാവിന് സമീപത്ത് വിളിക്കുക. ഞാൻ ഈ ദേഹം മാത്രമല്ല, ഇതിലുള്ള ഊർജ്ജമാണ് ഞാനെന്ന ഊർജ്ജം. ആ പോസിറ്റീവ് എനർജി ആയിരിക്കുന്ന മണിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോവുകയാണ് എന്ന് അവനവനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആന്തരികവും ബാഹ്യവുമായ ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ഇരുന്നു കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. 108 തവണ ചെയ്യണം. ഇനി ടു മച്ച് ക്രിട്ടിക്കലായിരിക്കുന്ന സാഹചര്യത്തിലാണെന്ന് വിചാരിക്കും ഒരാൾ, എങ്കിൽ നിങ്ങൾ ഒരു 5 പ്രാവശ്യം 5 മാല എന്ന് വെച്ചാൽ 5 × 108 5 പ്രാവശ്യം ഇത് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അതിനുള്ള മാറ്റം വരും. ഒന്നുകിൽ നിങ്ങൾക്ക് ആ പൈസ പെട്ടെന്ന് ഒഴുകിയെത്തും, ഇല്ലെങ്കിൽ ആ പ്രശ്നം കുറച്ച് ദിവസത്തേക്ക് മാറ്റിവെക്കാനുള്ള സാഹചര്യം നിങ്ങൾക്ക് കിട്ടും. അതിനു മുന്നേ ധനം നിങ്ങളിലേക്ക് ഒഴുകി വരികയും ചെയ്യും. അതുകൊണ്ട് ഈ പ്രയർ നിങ്ങൾ ഉപയോഗിക്കണം. ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഈ ഒരു പോനോ എന്നതായിട്ടുള്ള മന്ത്രത്തെ ഉപയോഗിച്ച് നിങ്ങളുടെ മണി ബ്ലോക്ക്സ് റിമൂവ് ചെയ്ത് മനസ്സിനുള്ളിലേക്ക് ശാന്തി കൊണ്ടുവരാൻ സാധിക്കട്ടെ. സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.